ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് 1 കപ്പ് റവയും കുറച്ച് ചേരുവകളും ചേർത്ത് വളരെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കാൻ പറ്റുന്ന നല്ലൊരു പലഹാരമാണ്. കുട്ടികൾക്കായാലും മുതിർന്നവർക്കായാലും കഴിക്കാൻ പറ്റുന്ന എണ്ണയിൽ മുക്കി പൊരിക്കാത്ത നല്ലൊരു 4 മണി പലഹാരമാണ്. അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക. നമുക്ക് വീഡിയോയിലേക്ക് പോകാം. നമ്മുടെ ഈ റവ അപ്പത്തിൻ്റെ മധുരത്തിന് വേണ്ടി ഞാൻ കുറച്ച് ശർക്കര എടുത്തിട്ടുണ്ട്. ഒരു 100 ഗ്രാം ശർക്കരയാണ് എടുത്തേക്കുന്നത്. ഇത് നമുക്ക് നന്നായിട്ടൊന്ന് അലിയിച്ചെടുക്കണം. അപ്പോൾ അതൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ട് 1 ഗ്ലാസ് വെള്ളവും കൂടി ചേർത്തിട്ട് ഞാനൊന്ന് തിളപ്പിച്ചെടുക്കുന്നുണ്ട്. ഇത് നമുക്ക് ഒരു നൂൽപ്പരുവൊന്നും ആവേണ്ട ആവശ്യമില്ല. ഈ ശർക്കരയൊക്കെ ഒന്ന് നന്നായിട്ടൊന്ന് അലിഞ്ഞ് കിട്ടിയാൽ മതി. നന്നായിട്ടൊന്ന് തിളച്ച് വരുമ്പോൾ ശർക്കരയൊക്കെ നന്നായിട്ടൊന്ന് അലിഞ്ഞ് കിട്ടും. അതിനുശേഷം സ്റ്റൗ ഓഫ് ചെയ്ത് കൊടുത്ത ശേഷം നമുക്കൊന്ന് അരിച്ചെടുത്തിട്ടൊന്ന് തണുക്കാനായിട്ടൊന്ന് മാറ്റി വെക്കാം. ഇനി ഒരു മിക്സിയുടെ ജാറിലേക്ക് ഞാൻ 1 കപ്പ് റവയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇത് വറക്കാത്ത റവയാണ് കേട്ടോ. വറുത്ത റവയോ വറക്കാത്ത റവയോ ഏത് വേണമെങ്കിലും നമുക്ക് എടുക്കാവുന്നതാണ്. നമ്മൾ ഉണ്ടാക്കുന്ന പലഹാരത്തിൻ്റെ എണ്ണത്തിനനുസരിച്ച് റവയുടെ അളവ് നമുക്ക് കൂട്ടുകയും കുറയ്ക്കുകയും ഒക്കെ ചെയ്യാവുന്നതാണ്. ഇനി നമുക്ക് റവയുടെ പകുതി അളവിൽ ഇതിലേക്ക് ചേർക്കേണ്ടത് ഗോതമ്പ് പൊടിയാണ്. റവ എടുത്തതിൻ്റെ പകുതി അളവ് മാത്രമേ ചേർത്ത് കൊടുക്കാവൂ. അപ്പോൾ അതും കൂടി ഞാൻ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി വേണ്ടത് 4 ഏലക്കയാണ്. അതിൻ്റെ ആ ഒരു കുരു മാത്രം ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ടിനി ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കണം. റവയൊക്കെ ഒന്ന് പൊടിഞ്ഞ് കിട്ടണം. ഒരുപാടങ്ങ് പൊടിയേണ്ട ആവശ്യമില്ല. ചെറിയ ഒരു തരിതരിപ്പോടു കൂടി നമുക്ക് റവയൊന്ന് പൊടിച്ചെടുത്തിട്ട് വരാം. ഇപ്പോൾ ഇതെല്ലാം നന്നായിട്ടൊന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട്. ഞാനതൊരു പാത്രത്തിലേക്ക് മാറ്റുകയാണ്. റവയുടെ ഒരു ചെറിയ ഒരു തരിതരിപ്പ് കാണണം കേട്ടോ. എങ്കിലേ നമ്മൾ ഈ പലഹാരം ഉണ്ടാക്കുമ്പോൾ അതിൻ്റെ ഉള്ളൊക്കെ നല്ല കറക്റ്റായിട്ട് കിട്ടത്തുള്ളൂ. അപ്പോൾ ഈ ഒരു രീതിയിൽ ഞാനത് പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് നേരത്തെ നമ്മൾ അരിച്ച് മാറ്റി വെച്ചിരിക്കുന്ന ശർക്കരപ്പാനി ചേർത്ത് കൊടുക്കുക. കുറേശ്ശെ ചേർത്ത് കൊടുത്ത ശേഷം കട്ടകളൊന്നുമില്ലാതെ നല്ല രീതിയിൽ നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്ത ശേഷം പെട്ടെന്ന് നമുക്ക് ചെയ്യുന്നതിന് വേണ്ടി ഇതൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് അടിച്ചെടുത്താലും മതി കേട്ടോ. ഇപ്പം ഞാൻ അങ്ങനെയൊന്നും ചെയ്യുന്നില്ല. ഒരു സ്പാച്ചിൽ വെച്ചിട്ടോ ഒരു ഫോർക്ക് വെച്ചിട്ടോ അല്ലെങ്കിൽ ഇതുപോലൊരു വിസ്ക് വെച്ചിട്ടോ നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്താൽ മാത്രം മതി. കുറേശ്ശെയായിട്ട് ശർക്കരപ്പാനി ചേർത്ത് കൊടുക്കാം. ഇനി ഈ ശർക്കര നമുക്ക് കുറച്ച് വെള്ളത്തിലൊന്ന് അലിയിച്ചെടുത്താലും മതി. അതിനുശേഷം നമുക്ക് പോരാത്തതിന് നമുക്ക് സാധാരണ വെള്ളം ചേർത്ത് കൊടുത്താലും മതി കേട്ടോ. റവ ആയതുകൊണ്ട് തന്നെ നമുക്ക് കുറച്ച് ലൂസായിട്ടൊന്ന് ചെയ്തെടുക്കണം. നമ്മളിത് 10 മിനിറ്റ് ഒന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കുന്നുണ്ട്. അപ്പോൾ റവയൊക്കെ കുതിർന്നിട്ട് നന്നായിട്ടത് തിക്കായിട്ട് വരും. അപ്പോൾ അതിനനുസരിച്ച് നമുക്ക് വെള്ളം ചേർത്ത് കൊടുക്കാം. അപ്പോൾ അതുകൊണ്ട് ഞാൻ കുറച്ച് വെള്ളം കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നല്ല രീതിയിലൊന്ന് ഇളക്കി ചേർത്ത് കൊടുത്ത ശേഷം ഇനി ഇതിലേക്ക് ഞാൻ ചേർക്കുന്നത് കുറച്ച് തേങ്ങ ചിരകിയതാണ്. ഒരു 2 പിടി തേങ്ങ ചിരകിയത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. തേങ്ങയൊക്കെ ചേർത്ത് കൊടുത്ത് നമ്മളിത് ചെയ്യുമ്പോഴേ നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും ഇത് കഴിക്കാനായിട്ട്. ഇപ്പോൾ ദാണ്ട ഈ ഒരു രീതിയിൽ നമ്മൾ ഈ മാവ് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ലാസ്റ്റ് ചേർക്കേണ്ടത് കുറച്ച് ബേക്കിംഗ് സോഡയാണ്. ഒരു 2 പിഞ്ച് ബേക്കിംഗ് സോഡ ഞാൻ ചേർക്കുന്നുണ്ട്. ബേക്കിംഗ് സോഡയും കൂടെ ചേർത്തിട്ട് നല്ല രീതിയിലൊന്ന് ഇളക്കി ചേർത്ത് കൊടുക്കണം. ഇതെങ്ങും കട്ട പിടിച്ചൊന്നും ഇരിക്കരുത്. അതിനനുസരിച്ച് നന്നായിട്ടൊന്ന് ഇളക്കി ചേർത്ത് കൊടുക്കുക. ബേക്കിംഗ് സോഡ ചേർത്ത് കൊടുക്കുമ്പോഴേ നമ്മുടെ ഈ അപ്പമൊക്കെ നല്ല സോഫ്റ്റായിട്ട് കിട്ടും. അപ്പോൾ അതിന് ശേഷം നമുക്കൊരു 10 മിനിറ്റ് ഒന്ന് റെസ്റ്റ് ചെയ്യാനായിട്ടൊന്ന് മാറ്റി വെക്കാം. ഇപ്പോൾ ഒരു 10 മിനിറ്റ് കഴിഞ്ഞപ്പോൾ തന്നെ ഞാനിതൊന്ന് തുറന്നിട്ടുണ്ട്. മാവ് താണ്ട കുറച്ചുകൂടി ഒന്ന് തിക്കായിട്ട് വന്നിട്ടുണ്ട്. റവ ആയതുകൊണ്ട് തന്നെ നന്നായിട്ടൊന്ന് കുതിർന്ന് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാനൊരു 2 ടേബിൾ സ്പൂൺ വെള്ളം കൂടി ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് ഇളക്കി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതേപോലെ തന്നെ ബേക്കിംഗ് സോഡ ചേർക്കുന്നതിന് തൊട്ട് മുമ്പായിട്ട് ഞാൻ 2 പിഞ്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഈ അപ്പത്തിൻ്റെ മധുരം ഒന്ന് ബാലൻസ് ചെയ്യാനായിട്ട് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നത് നല്ലതാണ് കേട്ടോ. അപ്പോൾ അതാണ് നമ്മുടെ മാവ് നന്നായിട്ടൊന്ന് ഇളക്കി ചേർത്ത് നല്ല രീതിയിൽ എടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് റെഡിയാക്കി എടുക്കാം. നമ്മളിത് ഉണ്ണിയപ്പച്ചട്ടിയിലാണ് ഉണ്ടാക്കിയെടുക്കുന്നത്. ഉണ്ണിയപ്പച്ചട്ടിയിലാകുമ്പോൾ പെട്ടെന്ന് തന്നെ നമുക്കത് ചെയ്തെടുക്കാൻ പറ്റും. ഇത് നന്നായിട്ട് പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും. അപ്പോൾ അതുകൊണ്ട് ഇതിൻ്റെ ഓരോ കുഴിയിലും ഞാൻ കുറേശ്ശെ നെയ്യ് ഒന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരുപാട് നെയ്യുടെ ആവശ്യമൊന്നുമില്ല, വളരെ കുറച്ച് മാത്രം മതി. നെയ്യിൽ നമ്മൾ ചെയ്തെടുക്കുമ്പോൾ നല്ല ടേസ്റ്റാണ് കേട്ടോ. ഇനി നെയ്യ് ഇല്ലെന്നുണ്ടെങ്കിൽ നമ്മുടെ വെളിച്ചെണ്ണയിൽ തയ്യാറാക്കി എടുത്താൽ മതി. ഓരോ കുഴിയിലും കുറേശ്ശെയായിട്ട് ചേർത്ത് കൊടുക്കാം. ഇത് നമ്മൾ എണ്ണയിലൊന്നും മുക്കി പൊരിക്കേണ്ട ആവശ്യമൊന്നുമില്ല. വളരെ കുറച്ച് എണ്ണ മാത്രം മതി. ഇതേപോലെ നമ്മൾ ഉണ്ണിയപ്പച്ചട്ടിയിൽ തയ്യാറാക്കി എടുക്കുകയാണെങ്കിൽ നമുക്ക് എണ്ണയിലൊന്നും മുക്കി പൊരിച്ചെടുക്കേണ്ട ആവശ്യമില്ല. കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുത്ത ശേഷം നമുക്ക് തയ്യാറാക്കി എടുക്കാവുന്നതാണ്. അപ്പോൾ അതാണ്ട് മാവ് ഞാനൊരു ചെറിയ ഗ്ലാസ്സിലേക്കൊന്ന് പകർന്നിട്ടുണ്ട്. നമുക്കിതുപോലെ ഒഴിച്ചു കൊടുക്കാൻ സൗകര്യത്തിന് വേണ്ടിയിട്ട് കേട്ടോ. അപ്പോൾ കുറേശ്ശെയായിട്ട് ഓരോ കുഴിയിലും ഒഴിച്ചു കൊടുക്കുക. നിറച്ചൊഴിച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല. പകുതി അളവിലോ മുക്കാൽ അളവിലോ
ഒഴിച്ചു കൊടുത്താൽ മാത്രം മതി. കുറച്ചുകൂടി ഇതൊന്ന് പൊങ്ങി വരും കേട്ടോ. തീ കുറച്ച് വെച്ച് കൊടുത്തുകൊണ്ട് തന്നെ എല്ലാ കുഴിയിലും ഇതേപോലെ ഞാനിതൊന്ന് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഒരു മീഡിയം ഫ്ലെയിമിലും ലോ ഫ്ലെയിമിലും ഇടയ്ക്ക് വെച്ച് കൊടുത്തുകൊണ്ട് നമുക്കിതൊന്ന് കുക്ക് ചെയ്തെടുക്കാം. പെട്ടെന്ന് തന്നെ ഇത് കുക്കായിട്ട് കിട്ടും. ഈ ഉണ്ണിയപ്പച്ചട്ടി കുറച്ച് വലുതായതുകൊണ്ട് തന്നെ സൈഡിലൊക്കെ ആയിട്ട് വരാൻ കുറച്ച് താമസം എടുക്കും. അതുകൊണ്ട് ഞാൻ സൈഡൊക്കെ ഒന്ന് ചേർത്ത് ഒന്ന് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതാ ഒരു 2-3 മിനിറ്റ് ആയപ്പോൾ തന്നെ നമ്മുടെ ഈ നടുക്ക് കിടന്നൊക്കെ നല്ലതുപോലെ ഫ്രൈ ആയിട്ട് വന്നിട്ടുണ്ട്. ഇതേപോലെ നമുക്കൊന്ന് തിരിച്ച് ഇട്ട് കൊടുക്കാവുന്നതാണ്. ഇത് നന്നായിട്ടൊന്ന് ചൂടായിട്ട് വരുമ്പോൾ ഈ ബബിൾസ് ഒക്കെ വന്ന് പൊട്ടിയിട്ട് നല്ല കുഴികളായിട്ട് വരും. നല്ല രീതിയിൽ തന്നെ സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ട്. നമുക്ക് 4 മണിക്കൊക്കെ കുട്ടികൾക്ക് ഉണ്ടാക്കി കൊടുക്കാൻ വളരെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കാൻ പറ്റുന്ന നല്ലൊരു പലഹാരമാണ്. നമ്മുടെ മധുരത്തിനനുസരിച്ച് ശർക്കരയുടെ അളവ് നമുക്ക് കൂട്ടുകയും കുറയ്ക്കുകയും ഒക്കെ ചെയ്യാവുന്നതാണ്. ഞാൻ വളരെ കുറച്ച് മധുരം മാത്രമേ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുള്ളൂ. ഇത് നമ്മൾ തിരിച്ചിട്ട് കൊടുക്കുമ്പോൾ തന്നെ നമ്മൾ ആദ്യം തിരിച്ചിട്ടതൊക്കെ മറുവശം കൂടി റെഡി ആയിട്ട് വന്നിട്ടുണ്ടാവും. അപ്പോൾ അതാണ്ട് എല്ലാം നമ്മൾ ഇതുപോലെ ഒന്ന് തിരിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. നമ്മൾ ആദ്യം തിരിച്ചിട്ട് കൊടുത്തത് ഒന്ന് റെഡിയായിട്ട് വന്നിട്ടുണ്ട്. ഇത് ഒരുപാടൊന്നും മൂപ്പിച്ചെടുക്കേണ്ട ആവശ്യമില്ല. ചെറിയ രീതിയിലൊന്ന് മൂത്ത് കിട്ടിയാൽ മതി കേട്ടോ. നല്ല സോഫ്റ്റായിട്ട് തന്നെ കിട്ടണം. ഇനി നിങ്ങൾക്ക് ഇത് നന്നായിട്ട് മൂപ്പിച്ചെടുക്കണമെന്നുണ്ടെങ്കിൽ അങ്ങനെയും ചെയ്യാവുന്നതാണ്. അപ്പോൾ അതാണ്ട് ഓരോന്നും നമുക്ക് ഇതുപോലൊന്ന് കോരിയെടുക്കാം. എന്നിട്ട് ബാക്കിയുള്ള മാവും കൂടി നമുക്ക് ഒഴിച്ചു കൊടുത്തിട്ട് ഇതേപോലെ തന്നെ പെട്ടെന്നൊന്ന് തയ്യാറാക്കിയെടുക്കാം. അപ്പോൾ ഇതാ കണ്ടില്ലേ, നല്ല സൂപ്പറായിട്ടുള്ള വളരെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കാൻ പറ്റുന്ന കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടുന്ന നമ്മുടെ സ്നാക്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ്, അതേപോലെ തന്നെ നല്ല സോഫ്റ്റുമാണ് കേട്ടോ. തേങ്ങയൊക്കെ ചേർത്ത് കൊടുത്തുകൊണ്ട് തന്നെ ഇത് കഴിക്കുമ്പോഴേ ഇടയ്ക്ക് ആ തേങ്ങയൊക്കെ കടിക്കുമ്പോഴേ നല്ലൊരു ടേസ്റ്റാണത്. ഉള്ളൊക്കെ നല്ല സോഫ്റ്റായിട്ട് നമ്മുടെ ആ ഉണ്ണിയപ്പത്തിൻ്റെ ആ ഒരു ഉള്ളൊക്കെ വരുന്ന രീതിയിൽ വന്നിട്ടുണ്ട്. ഇനി നമ്മുടെ കയ്യിൽ ഉണ്ണിയപ്പച്ചട്ടി ഇല്ലെന്നുണ്ടെങ്കിൽ കുഴിയുള്ളൊരു പാത്രത്തിൽ കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുത്തിട്ട് കുറേശ്ശെയായിട്ട് കോരി ഒഴിച്ചിട്ട് നമുക്കിത് തയ്യാറാക്കി എടുക്കാവുന്നതാണ്. അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഒരു പ്രാവശ്യമെങ്കിലും ഇതേപോലെ ഒന്ന് തയ്യാറാക്കി നോക്കുക. ഒരുപാട് ചേരുവകളുടെ ആവശ്യമൊന്നുമില്ല. അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും അതേപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോയുമായിട്ട് പെട്ടെന്ന് തന്നെ കാണാം. അതുവരേക്കും ബൈ. താങ്ക് യു.